ഹലോ ഗുഡ് മോർണിംഗ്. അങ്ങനെ നല്ല തണുപ്പും മഴയും എല്ലാം ഉള്ള സമയട്ടാ. എല്ലായിടത്തും ഈ ഒരു സൈക്ലോൺ എഫക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുളിച്ചിട്ട് വന്ന് നല്ല തണുപ്പാണ്. കുളിച്ച് വന്ന പാടില്ലേ ഞാൻ ചന്ദനത്തിരി കത്തിക്കോട്ടെ. അതൊരു പോസിറ്റീവ് എനർജി തരുന്നത്. ആ ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ നമുക്ക് നല്ല പോസിറ്റീവ് എനർജി അല്ലേ. അപ്പോൾ ആ ചന്ദനത്തിരി കത്തിച്ച് ഞാൻ അവിടെ ഒരു ഇൻഡോർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ആ പ്ലാന്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കും കേട്ടോ. പിന്നെയുള്ള സംഭവമാണ് എൻ്റെ ടീ പോയിൻ്റെ മുകളിൽ നാച്ചുറലായിട്ടുള്ള ഫ്ലവർ ഞാനിങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇതിൽ ചില പേര് ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെക്കാറുണ്ട്. പക്ഷേ ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലവർ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ അതിൽ നിന്നുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള സ്മെല്ലുകൾ കിട്ടൂലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വേറെ ഒരു ഇങ്ങനത്തെ ഒരു ഉരുളി പോലത്തെ ഒരു സാധനം മേടിച്ചിട്ടുണ്ടേ. അത് കുറച്ച് കളറെല്ലാം ഇങ്ങനെ ഡല്ലായി പോയപ്പോൾ പിന്നീട് ഇത് മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ഒരു ഫ്ലവറാണ് കിട്ടിയത്. ഇതിൻ്റെ പേര് നമ്മളിവിടെ സേവന്തി എന്നാണ് പറയട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്നറിയില്ല. അപ്പോൾ രാവിലെ തന്നെ പൂക്കാരം വരും. അപ്പോൾ ഞാനിത് മേടിച്ച് വെച്ചതാണ്. ഇങ്ങനെ കാശ് കൊടുത്ത് മേടിക്കൽ വളരെ കുറവാണ് കേട്ടോ. നമ്മൾ വീടിൻ്റെ ചുറ്റും കിട്ടുന്ന ഫ്ലവറാണ് ഞാൻ സെറ്റ് ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൂ ഇട്ട് വെച്ചാൽ ഒരാഴ്ച വരെ അതങ്ങനെ തന്നെ നിൽക്കും. അത് കാണുമ്പോൾ നല്ലൊരു രസമല്ലേ, ഒരു പോസിറ്റീവ് വൈബാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇത് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യരുത്, നിങ്ങൾ ചെയ്യരുതെന്നൊന്നുമില്ല. ഇത് വെറും ഒരു പൂ മാത്രമാണ്. പൂ എല്ലാവരുടെ വീട്ടിലും ഭംഗി കൂടുതൽ ആക്കുന്ന ഒരു വസ്തുവാണ് അല്ലേ. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അത് ഞാനവിടെ സെറ്റ് ചെയ്ത് നല്ല സ്മെല്ലാട്ടാ ഈ സേവന്തി പൂവിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ചെറിയ 2 പോട്ട്സിൻ്റെ അത് ഇവിടെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി കാണിച്ചത്. ഇതിവിടെ വെക്കൂല, ഇത് ഫിഷ് ടാങ്കിൻ്റെ അടുത്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ ദിവസം ഞാൻ ഓരോരോ ഫ്ലവർ ഞാൻ സെറ്റ് ചെയ്യാറുണ്ട്. ഓരോരോ ദിവസമല്ല, ഓരോരോ വീക്കിൽ കേട്ടോ. ഇത് ഒരു വീക്ക് വരെയെല്ലാം വരും കേട്ടോ. പിന്നെ എന്താ പറയുക, ഓരോരോ